നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാത്തവന്മാര്. ഈശ്വര, കൂട്ടായി വരുന്നത് മറ്റൊരു ആപത്താണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. ജഗനൊരു വിലങ്ങുതടിയാണല്ലോ. കുറുപ്പ് സാറ് പറഞ്ഞത് മകനാണെന്ന് നോക്കണ്ട, ശരീരം വേദനിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനല്ലേ. കുറുപ്പ് സാറിന് അതൊക്കെ പറയാം. അന്ന് കിട്ടിയതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഓർക്കുമ്പോഴാ ഒരു പേടി. കുറുപ്പ് സാറിനോട് എന്തു പറയും? അതെന്തെങ്കിലും കള്ളം പറയാന്ന്. കള്ളങ്ങാണോ പഞ്ഞം? ഈ കറണ്ടിന് പോകാൻ കണ്ടൊരു സമയം പെണ്ണിനെ കാണുന്നില്ലല്ലോ. പേടിയാവുന്ന മുത്തശ്ശി. നല്ല ഇരുട്ട്, കറണ്ടും ഇല്ല, വന്ദനമ്മ കാണാനും ഇല്ല. അവൾ ഇപ്പോഴിങ്ങെത്തും, മോള് പേടിക്കാതെ. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്നു. ഓ, പേടിക്കണ്ടെന്നേ. ആ, വന്ദനയാണല്ലോ. ഹായ് വന്ദനമ്മ. വന്ദനമ്മേ, എന്താ താമസിക്കാൻ? പേടിച്ചു പോയല്ലോ. ആ അങ്കിൾ. വാ ജഗനങ്കിൾ. ചോക്ലേറ്റ്. താങ്ക് യു അങ്കിൾ. വെൽക്കം. ആ മോളെ, ഈ ചോക്ലേറ്റ് കണ്ടപ്പോഴേ വന്ദനാമ്മയ്ക്ക് കൊതിയാവുന്നുണ്ട്. പെട്ടെന്ന് കഴിച്ചു, ഇല്ലെങ്കിൽ അമ്മ തട്ടിപ്പറിച്ചുകൊണ്ട് പോവും. ആവശ്യമില്ലാത്തൊന്നും കഴിക്കരുത് മോളെ, പല്ല് കേടാവും. ലോക്കൽ ചോക്ലേറ്റ് കഴിച്ചാലാ കേടാവുന്നത്. ഇതേ തനി ഫോറിൻ ചോക്ലേറ്റാ. പല്ല് കേടാവില്ലെന്ന് മാത്രമല്ല, നല്ല ഉറപ്പും കിട്ടും. അല്ല, മോനാണോ വന്ദന ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? അതെ അമ്മേ, അത് അതിന്റെ ഉത്തരവാദിത്വമാണല്ലോ. പ്രതിസന്ധിപ്പെട്ട് കുഴങ്ങുന്ന ആരെയെങ്കിലും ദൈവം എന്റെ കണ്ണിൽ കാണിച്ചു തരും. ആ പ്രതിസന്ധി പരിഹരിച്ചു കൊടുക്കടാ ജഗ എന്നൊരു കൽപ്പനയും തരും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വെട്ടവുമില്ല, ഒരു ഓട്ടോ പോലും കിട്ടാനുമില്ല. അങ്ങനെ വന്ദന കുഴഞ്ഞു നിൽക്കുമ്പോഴാ അതുവഴി ബൈക്കിൽ എന്റെ വരവ്. ആ വന്ദന നടക്കുന്ന വഴിയെ ഹെഡ്ലൈറ്റും തെളിയിച്ചുകൊണ്ട് ഒച്ചെഴുന്ന സ്ലോ മോഡിൽ ഞാനും വന്നു. ഈ പ്രകാശം പരത്തുന്ന ദൈവദൂതനെ പോലെ. അതേതായാലും നന്നായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.